ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കാൻ പോകും. അതിന് 2 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഓക്കെ? നിങ്ങൾ പോകുന്നത് നിങ്ങളെ അശ്വതി അച്ചു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് നിങ്ങളെ എന്ത് വിളിക്കും? അശ്വതി അച്ചു എന്ന ഫ്രണ്ടിനെ, പെൺകുട്ടിയാണ് അശ്വതി അച്ചു. എന്ത് വിളിക്കും നിങ്ങൾ? അശ്വതി അച്ചു എന്ന് വിളിക്കും. നിങ്ങൾക്ക് എന്തിനാ അശ്വതി അച്ചു എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് ഫ്രണ്ടായിട്ട്? It was at this moment that he knew he fucked up. എന്താണ് നിങ്ങൾക്ക് എന്തിനാണ് അശ്വതി അച്ചു എന്ന് പറഞ്ഞൊരു പെണ്ണ് ഫ്രണ്ടായിട്ട്? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അടുത്ത ചോദ്യം. നിങ്ങളുടെ എക്സ് നിങ്ങളെ ഫോൺ ചെയ്താൽ, കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ. നിങ്ങളുടെ എക്സ് നിങ്ങളെ ഫോൺ ചെയ്താൽ നിങ്ങൾ ഫോൺ എടുക്കുമോ ഇല്ലയോ? എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നെങ്കിൽ അത് ന്യായം. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ല. നിങ്ങളുടെ എക്സിന്റെ നമ്പർ എന്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ബ്ലോക്ക് അല്ല? എന്റെ ഫോണിൽ ഇല്ല. നിങ്ങളുടെ നമ്പർ എങ്ങനെയാ? അവളുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്യാണ്ട് എങ്ങനെ നിങ്ങളുടെ ഫോണിൽ എക്സ് ആണ് വിളിക്കുന്നതെന്ന് മനസ്സിലാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ നമ്പർ കാണാണ്ടറിയാം? ഇല്ല, അറിയില്ല. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. സുഹൃത്തിന്റെ പഴയ ഒരു കാര്യം ചോദിച്ചോട്ടെ, രാത്രി ഭക്ഷണം കിട്ടാതിരിക്കുന്ന ചോദ്യം വല്ലതും ആണോ? അത് സാധ്യതയുണ്ട്. ചോദിച്ചു. സ്വിഗ്ഗി ഉണ്ടല്ലോ. നിങ്ങളുടെ ഒരു ഗേൾ ഫ്രണ്ട്, ഒരു പെൺകുട്ടി ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ ഒരു പഴയ ഫേസ്ബുക്ക് ഫോട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ലൈക്ക് ചെയ്യത്തില്ലല്ലോ. എന്താ ലൈക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്ക് എന്തുവാ? ഞാനൊരു മറ്റു പെൺകുട്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കണം. എനിക്ക് എന്റെ നോക്കാൻ എന്റെ ബേബി കുട്ടി ഉണ്ട്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം.